റോട്ടി ഫാക്ടറി എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ രുചികരമായ ഡിഷ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ചെറിയ പാർട്ടികളിലൊക്കെ വിളമ്പാൻ റിക്കമെൻഡ് ചെയ്യാവുന്ന ഈ ഡിഷ് ഇന്ന് എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കി നോക്കുക. പനീർ കൊണ്ടുള്ള ഒരു വിഭവമാണ് ഹരിയാലി പനീർ മസാല. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് 200 ഗ്രാം പനീർ കട്ട 2 സൈഡിലും ബ്രൗൺ ആവുന്നത് വരെ തിരിച്ചും മറിച്ചും കുക്ക് ചെയ്യുക. പിന്നീട് പുറത്തെടുത്ത് ഒരേപോലെയുള്ള ക്യൂബുകളായി മുറിച്ച് വെക്കണം. പനീർ കട്ട കിട്ടുന്നില്ലെങ്കിൽ ക്യൂബായി മുറിച്ചെടുത്ത കഷ്ണങ്ങൾ വാങ്ങാൻ കിട്ടും. ഇനി ഒരു ബൗളിൽ ഇളം ചൂട് വെള്ളമെടുത്ത് അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിളക്കി പനീർ ക്യൂബുകൾ ഈ വെള്ളത്തിൽ മുക്കി വെക്കുക. ഇങ്ങനെ 10-15 മിനിറ്റ് വെള്ളത്തിൽ കിടന്നാൽ പനീർ നല്ല സോഫ്റ്റ് ആയിരിക്കും. അടുത്തതായി നാം പനീർ ഫ്രൈ ചെയ്ത് അതേ പാത്രത്തിൽ 3 വലിയ ഉള്ളി ചെറുതായി മുറിച്ചത്, 8-10 അല്ലി വെളുത്തുള്ളി, 3-4 പച്ചമുളക് എന്നിവ ഇട്ട് വഴറ്റുക. ഒപ്പം 8-10 കശുവണ്ടി ചേർത്ത് ഒരിക്കൽ കൂടി നന്നായി വഴറ്റി ഗോൾഡൻ കളർ ആയി വരുമ്പോൾ അടുപ്പിൽ നിന്നും മാറ്റി തണുക്കാൻ വെക്കുക. ഇനി മിക്സർ ജാറിൽ 1 പിടി മല്ലിയില, 1 പിടി പാലക്ക് അഥവാ പച്ചച്ചീര, 1 പിടി പുതിനയില എന്നിവയൊപ്പം നാം തയ്യാറാക്കി വെച്ച ഉള്ളി മിശ്രിതം കൂടി ജാറിലേക്ക് ഇട്ട് ശേഷം നന്നായി അരച്ചെടുക്കുക. ആവശ്യമാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാവുന്നതാണ്. അങ്ങനെ നല്ല സ്മൂത്ത് ക്രീമി ആയിട്ടുള്ള പേസ്റ്റ് മാറ്റി വെക്കണം. അടുത്തതായി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഗ്രാമ്പ്, 4-5 ഏലക്ക, 1/2 ഇഞ്ച് വലുപ്പത്തിൽ കറുവപ്പട്ട, 1/2 ടീസ്പൂൺ ജീരകം എന്നിവ ഇട്ട് അല്പം സമയം വഴറ്റിയ ശേഷം നാം അരച്ച പേസ്റ്റ് ആക്കി വെച്ച മിശ്രിതം പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായി വഴറ്റുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മസാലകളുടെ പച്ചമണം പോകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എണ്ണ തെളിഞ്ഞു വരും. ഇനി തീ കുറച്ച ശേഷം 200 ഗ്രാം അടിച്ചെടുത്ത തൈര് പതുക്കെ ഒഴിച്ച് തൈര് മസാലയുമായി യോജിപ്പിക്കുന്നത് വരെ ഇളക്കണം. ഇതിൽ 2 കപ്പ് ചൂട് വെള്ളം കൂടി ഒഴിച്ചു യോജിപ്പിച്ച് പാത്രം മൂടി വെക്കുക. ഇങ്ങനെ 8-10 മിനിറ്റ് നേരം വേവിക്കാം. ശേഷം നാം ഉരുക്കി വെച്ച പനീർ ക്യൂബ്സ് ചേർത്ത് നന്നായി ഇളക്കണം. ഈ സമയത്ത് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഒപ്പം 3-4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, എല്ലാ രുചി ബാലൻസ് ചെയ്യാനായി 1/4 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ചേർക്കുക. പഞ്ചസാര ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കസൂരി മേത്തി എടുത്ത് കൈകൊണ്ട് നന്നായി ഞെരടി പനീർ കൂട്ടിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി ചേർത്ത പാത്രം അടച്ചു വെച്ച് 3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക. 3 മിനിറ്റ് ശേഷം തീ അണച്ച് തുറന്ന് നോക്കിയാൽ രുചികരമായ ഹരിയാലി പനീർ മസാല റെഡി. ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഗാർണിഷായി മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീം, 1 നുള്ള് കസൂരി മേത്തി, ചെറുതായി അരിഞ്ഞ മല്ലിയില ഇവ വിതറിക്കൊടുക്കാം. കൂടാതെ അല്പം എണ്ണയിൽ കുറച്ച്, അതായത് 1 നുള്ള് മുളക് പൊടി മിക്സ് ചെയ്ത് മുകളിൽ ഇറ്റിച്ചു കൊടുക്കാം.
ഇതോടെ ഹരിയാലി പനീർ മസാല പൂർണ്ണമായി തയ്യാർ. ഇനി രുചികരമായ മറ്റൊരു പാചക വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ റോട്ടി ഫാക്ടറി എന്ന ചാനൽ ലൈക്ക്, ഷെയർ, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ഓൾ വൺസ് മോർ.